നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകൾ എങ്ങനെ പാകിസ്ഥാനെ ഭയപ്പെടുത്തിയെന്നും ഭീകരവാദത്തോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്താൻ പാകിസ്ഥാൻ എങ്ങനെ നിർബന്ധിതരായി എന്നതിന്റെയും ഉള്ളറക്കഥകൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിരുന്ന അജയ് ബിസാരിയ. Anchor Management, the Troubled Diplomatic Relationship Between India and Pakistan എന്ന പുസ്തകത്തിലൂടെയാണ് ബിൻസാരിയുടെ ഈ തുറന്നു പറച്ചിൽ. 2019 ഫെബ്രുവരി 14 നടന്ന പുൽവാമ ആക്രമണത്തിന് പിന്നാലെ ഫെബ്രുവരി 26 ബാലക്കോട്ടിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തി. ഇതിനുശേഷം പാകിസ്ഥാനിലേക്ക് ഏതു നിമിഷവും തൊടുക്കാവുന്ന രീതിയിൽ ഒരു 9 മിസൈലുകൾ ഇന്ത്യ സജ്ജമാക്കിയെന്ന് അജയ് ബിൻസാരിയ പറഞ്ഞു. ഇന്ത്യയുടെ ആക്രമണം ഏതു നിമിഷവും ഉണ്ടാകുമെന്ന് ഭയന്ന പാകിസ്ഥാൻ അർദ്ധരാത്രിയിൽ ഹൈക്കമ്മീഷണറായ തന്റെ ഓഫീസിന്റെ വാതിലുകൾ മുട്ടിയെന്ന് ബിസാരിയ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ ചർച്ച നടത്തണമായിരുന്നു. അവരുടെ ആവശ്യം ഖത്തർ കി രാത്, അതായത് രക്തച്ചൊരിച്ചിലിന്റെ രാത്രി എന്ന മോദി തന്നെ പിന്നീട് വിശേഷിപ്പിച്ച 2019 ഫെബ്രുവരി 27 രാത്രിയാണ് ആ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. ബാലക്കോട്ട് ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാന്റെ പിടിയിലായിരുന്നു. അഭിനന്ദനെ മോചിപ്പിക്കാനുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ അരങ്ങേറിയ ആദ്യ രാത്രിയായിരുന്നു അത്. അന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ ഇപ്പോഴും പുറം ലോകത്തിന് അന്യമാണെങ്കിലും ചില അറിയാക്കഥകൾ അജയ് ബിസാരിയ തന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നു. ഫെബ്രുവരി 28 അഭിനന്ദനെ പാകിസ്ഥാൻ മോചിപ്പിക്കുന്നത്. 27 അർദ്ധരാത്രി ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സൊഹൈൽ മഹ്മൂദീൻ തന്നെ ഫോൺ വിളിച്ചതായി ബിസാരിയ വെളിപ്പെടുത്തി. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ ഇമ്രാൻഖാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. ബിസാരിയ ഡൽഹിയിലെ ആളുകളെ ഇക്കാര്യം അറിയിച്ചതിന് ശേഷം മഹ്മൂദിനെ തിരിച്ചു വിളിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സംസാരിക്കാൻ അസൗകര്യം ഉണ്ടെന്നും എന്തെങ്കിലും അടിയന്തര സന്ദേശമുണ്ടെങ്കിൽ ഹൈക്കമ്മീഷണറെ തന്നെ അറിയിക്കാമെന്നും അദ്ദേഹം പറഞ്ഞതായും വ്യക്തമാക്കി. ആ രാത്രി പിന്നീട് പാകിസ്ഥാനിൽ നിന്നും ഒരു വിളിയും ബിസാരിയെ തേടിയെത്തിയില്ല. അടുത്ത ദിവസം ഫെബ്രുവരി 28 അഭിനന്ദനെ മോചിപ്പിക്കാനുള്ള തീരുമാനം പാകിസ്ഥാൻ പാർലമെന്റ് പ്രഖ്യാപിക്കുമ്പോൾ നരേന്ദ്രമോദിയെ വിളിക്കാൻ ശ്രമിച്ചിരുന്നതായി ഇമ്രാൻ ഖാൻ പറഞ്ഞു. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയില്ല. അഭിനന്ദനെ മോചിപ്പിച്ചത് സമാധാന സൗഹൃദ നിലപാടുകളുടെ ഭാഗമായിരുന്നു എന്നാണ് പാകിസ്ഥാന്റെ വിശദീകരണം. എന്നാൽ US-ന്റെയും UK-യുടെയും അടക്കമുള്ള ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും നയതന്ത്ര പ്രതിനിധികൾ അഭിനന്ദനെ ഉപദ്രവിച്ചാൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്ന് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തിയെന്നും ഇതിൽ പാകിസ്ഥാൻ പരിഭ്രാന്തരായുമെന്നുമാണ് അജയ് ബിസാരിയ പറഞ്ഞത്. ഫെബ്രുവരി 26 നടന്ന സംഭവങ്ങൾക്ക് ശേഷം ഈ നയതന്ത്രജ്ഞരിൽ ചിലരെ പാകിസ്ഥാൻ തുടർച്ചയായി 3 തവണ വിളിപ്പിച്ചിരുന്നു. അഭിനന്ദനെ വെറുതെ വിടാൻ മാത്രമല്ല, പുൽവാമ ആക്രമണത്തിൽ നടപടിയെടുക്കുവാനും പ്രശ്നം പരിഹരിക്കുവാനും പാകിസ്ഥാൻ തയ്യാറാണെന്ന് ഇന്ത്യയെ അറിയിക്കാൻ ഇവരിൽ ചിലർ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയെ രാത്രിക്ക് രാത്രി വിളിക്കുകയും ചെയ്തു. ഇമ്രാൻഖാൻ പ്രഖ്യാപനങ്ങൾ അടുത്ത ദിവസം പാർലമെന്റിൽ നടത്തുമെന്നവർ അദ്ദേഹത്തോട് പറഞ്ഞു. SCO ഉച്ചകോടിക്കിടെ ബിഷ്കെക്കിൽ വെച്ച ഇമ്രാൻഖാനും നരേന്ദ്രമോദിയും തമ്മിൽ ഹ്രസ്വമായ ഹസ്തവാദത്തിനും സംഭാഷണത്തിനും ഇമ്രാൻഖാന്റെ അടുത്ത സുഹൃത്ത് ബിസാരിയെ സമീപിച്ചത് എങ്ങനെയെന്നും പുസ്തകം വെളിപ്പെടുത്തുന്നു. തീവ്രവാദ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ മോദി തന്റെ ആത്മാർത്ഥത ബോധ്യപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് അഭിനന്ദനെ പാകിസ്ഥാൻ വിട്ടയച്ചതെന്നും അല്ലാത്തപക്ഷം ഖത്തർ കി രാത്, അതായത് രക്തച്ചൊരിച്ചിലിന്റെ രാത്രി ആകുമായിരുന്നുവെന്നും മോദി പറഞ്ഞു. അഭിനന്ദനെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം പദ്ധതിയിട്ടിരുന്നുവെന്നും ഇന്ത്യ ഒരിക്കലും ഔദ്യോഗികമായി എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ ഭീഷണി പാകിസ്ഥാൻ സൈന്യത്തെയും സർക്കാരിനെയും എങ്ങനെ അലോസരപ്പെടുത്തിയെന്ന് ബിസാരിയ വെളിപ്പെടുത്തുന്നു. അഭിനന്ദൻ പിടിയിലായതിന് പിന്നാലെ ഇന്ത്യയുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ ഫെബ്രുവരി 27 US, UK, ഫ്രഞ്ച് പ്രതിനിധികൾ പാകിസ്ഥാനിൽ വിദേശകാര്യ സെക്രട്ടറിയെ വിളിച്ചു. യോഗത്തിന്റെ മധ്യത്തിൽ വൈകിട്ട് 5:45 മറ്റു ചർച്ചകൾ നിർത്തി. ഇന്ത്യയുടെ 9 മിസൈലുകൾ പാകിസ്ഥാന് നേരെ തൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്ന സൈന്യത്തിൽ നിന്നുമുള്ള സന്ദേശം വായിച്ചു.
വിശ്വസനീയമായ ഈ വിവരം അവരുടെ രാജ്യങ്ങൾ അറിയിക്കുവാനും നടപടിയിൽ നിന്നും പിന്തിരിയാൻ ഇന്ത്യയോട് ആവശ്യപ്പെടണമെന്നും വിദേശകാര്യമന്ത്രി അങ്ങനെ അഭ്യർത്ഥിക്കുകയായിരുന്നു. ഈ പ്രതിനിധികൾ ഒരാളുടെ നിർദ്ദേശപ്രകാരമാണ് ആവശ്യം ഇന്ത്യയെ നേരിട്ടറിയിക്കാൻ തീരുമാനിച്ചത്, ഹൈക്കമ്മീഷണറെ വിളിപ്പിച്ചതും. ഇതിനുശേഷമാണ് നരേന്ദ്രമോദിയോട് സംസാരിക്കാൻ ഇമ്രാൻഖാൻ ശ്രമം നടത്തിയതെന്ന് അജയ് ബിസാരിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ നയതന്ത്രപരമായ ഇടപെടൽ കൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ന് ഒന്ന് ഒതുങ്ങിക്കഴിയുന്നത്.